Assalamualaikum. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേക്കിന്റെ റെസിപ്പിയാണ്. മാംഗോ കേക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നമ്മൾ വീട്ടിലെ സാധാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. മാംഗോ ഫ്ലേവറിലുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഇത് 2 മീഡിയം സൈസ്ഡ് നല്ല പഴുത്ത മാങ്ങയാണ്. നന്നായി വാഷ് ചെയ്തിട്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്മോൾ പീസസായി കട്ട് ചെയ്യണം. ഇപ്പം വലിയ മാങ്ങനെയും ഒന്നെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്ര വലുതല്ല, കുഞ്ഞു കുഞ്ഞു മാങ്ങ. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞു പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മിക്സിൻ്റെ ജാറിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലോട്ട് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, 250 ml കപ്പാണ്. അപ്പോൾ അതിലൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തോളൂ. നല്ല മധുരമുള്ള മാങ്ങയാണ്. അത്ര കളറില്ലെങ്കിൽ പോലും നല്ല മധുരം ഉണ്ട്. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1/4 കപ്പ് എടുക്കുന്നുള്ളൂ. 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊന്നും പാടില്ല. നന്നായി ബ്ലെൻഡായി ഉറപ്പ് വരുത്തണം. ഒരു പീസസ് ഒന്നുമില്ല. ഇത് നമുക്കൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് 250 ml കപ്പാണ്. അപ്പോൾ അതിൽ തന്നെ 1/4 കപ്പ് ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഫ്ലേവറൊന്നും ഇല്ലാത്തത് വേണം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏതും എടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഓയിലും മാംഗോ പ്യൂരും നന്നായി മിക്സ് ആണ്. അപ്പോൾ അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാതെ. അതിപ്പോൾ നന്നായി മിക്സ് ആയിട്ട് ഓയിലും മാംഗോ പ്യൂരും നന്നായി മിക്സ് ആയിട്ട് ഇനി ഇതിലോട്ട് ഈ ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് 1 കപ്പ് മൈദ, 250 ml കപ്പാണ്. അപ്പോൾ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി സീവ് ചെയ്യണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഒരു ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് സിമ്മിൽ ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്യണം. 20 മിനിറ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ, ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്യാം. 20 മിനിറ്റിലായില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കേണ്ടി വരും. അപ്പോൾ 20 മിനിറ്റ് ആയിട്ട് ഇത് തുറന്നാൽ മതി. നമ്മളെ കേക്ക് ബേക്ക് ആയിട്ട് ചെക്ക് ചെയ്യാതെ നീറ്റായി കിട്ടിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കട്ടെ, എന്നിട്ട് വേണം ഡീമോൾഡ് ചെയ്യാൻ.
കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഡീമോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി തണുത്തുണ്ട്. തണുത്തിട്ട് വേണം ഡീമോൾഡ് ചെയ്യാൻ. ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി വെച്ച് സൈഡിൽ കൂടിയൊക്കെ അങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ട് നമ്മുടെ മാംഗോ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റും അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഒന്നമർത്തുക. ഞാനിതിന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്താ നല്ല സോഫ്റ്റ് സ്പഞ്ചിയായ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. Thank you. Thanks for watching.